ഒരു അങ്കമാലി യാത്രയും അവിടെ കണ്ട ചില വിശേഷങ്ങളും ഒക്കെ കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെയായിട്ടായിരുന്നു നമ്മുടെ രഞ്ജു രജിമാറിൻ്റെ ഡോറ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്ന ഒരു വലിയ ബ്യൂട്ടി പാർലർ. ഡോറ ബ്യൂട്ടി വേൾഡ് എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പം അതൊന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഫ്ലോർ നിറയെ അതിൻ്റെ പരിപാടികളായിരുന്നു. എന്തോ അക്കാദമിയൊക്കെ പോലെ എന്തൊക്കെയോ സ്റ്റഡി സെൻറ്ററും ബ്യൂട്ടി ജെൻസിനും ലേഡീസിനുമായിട്ട് സെപ്പറേറ്റ് ബ്യൂട്ടി സലൂൺസും ഒക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു അത്. പിന്നെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ വിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വളരെ വലിയൊരു ബ്യൂട്ടി പാർലർ അത്. അപ്പോൾ ഏതായാലും ചേട്ടൻ്റെ മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ സമയപരിധി മൂലം ഞങ്ങളൊരു 2 ദിവസത്തേക്ക് തങ്ങാനായിരുന്നു അവിടെ പോയത്. അപ്പോൾ അതും കൊണ്ട് അത്ര അങ്ങനെ കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഡോറ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പം രഞ്ജു രജിമാറൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, പുള്ളിക്കാരി ദുബൈയിലായിരുന്നു എന്ന് പറയുന്നു. പിന്നെ വളരെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ എന്തൊക്കെയോ ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതിനകത്ത് ചെന്നപ്പോഴേക്കും വളരെ അത്യാധുനിക സംഭവങ്ങളോടൊക്കെ കൂടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവിടെ. പിന്നെ എന്തോ ഒരു സെലിബ്രേഷൻ ഓണം പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഒരുക്കങ്ങളായിരുന്നു അവിടെ. എന്തായാലും ഞങ്ങൾ അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് ഭക്ഷണം കഴിക്കാനായിട്ടായിരുന്നു. ഭക്ഷണത്തിൻ്റെ ഒരു അസ്ഥിത കൂടുതലുള്ള പാർട്ടീസ് ആയതുകൊണ്ട് ഏറ്റവും നല്ല ഫുഡ് എവിടെ കിട്ടുന്നതെന്ന് അന്വേഷിച്ചപ്പോഴാണ് താടിക്കാരൻ എന്നും പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ടെന്നും അവിടെ മാങ്ങാക്കറിയും പോർക്ക് ഫ്രൈയും ഫേമസ് ആണെന്നൊക്കെ അറിഞ്ഞ് ഞങ്ങളവിടെ പോയി. ഏതായാലും അവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു. പറയത്തക്ക രീതിയിലുള്ള വലിയ കെട്ടിടമൊന്നും അല്ലെങ്കിലും വളരെ കൊച്ചു സ്ഥലമാണെങ്കിലും അവിടെ നമ്മുടെ പഴയ നൊസ്റ്റാൾജിക് പാട്ടും പിന്നെ അവർ പറയുന്ന പാൽക്കപ്പയും പോർക്ക് ഫ്രൈയും മാങ്ങാക്കറിയൊക്കെ കൂട്ടി ഒരു ഉഗ്രനൂണ്. അത് പിന്നെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് റൂമിൽ പോയി കിടന്നു. അതിന് ശേഷം ഞങ്ങൾ പിന്നെ വൈകിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറൈറ്റി ഓഫ് ഫുഡെന്ന് പറഞ്ഞാൽ വെറൈറ്റി ഫുഡ്. പിന്നെ അങ്കമാലിയിലെ കുറച്ച് രാത്രി കാഴ്ചകളൊക്കെ ആയിട്ട് തിരിച്ച് റൂമിൽ കിടന്ന് പിറ്റേ ദിവസം രാത്രി